ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദത്തിൽ നിശബ്ദത തുടർന്ന സിനിമാ സംഘടനകളുടെ മൗനത്തിൽ വിമർശിച്ച് ചില താരങ്ങളും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാ സംഘടനകളും മൗനം പാലിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ്, നിശബ്ദത ഒന്നിനും പരിഹാരമല്ലെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും അവരുടെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളിലൂടെയൊക്കെ അവരുടെ പ്രതികരണങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. എങ്കിൽ പോലും ഇത് പറയേണ്ട തലപ്പത്തുള്ള സിനിമാ സംഘടനകളുടെ തലപ്പത്തുള്ളവരോ സിനിമാ സംഘടനകളോ ഒന്നും തന്നെ ഇതുവരെയും യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. കീർത്തി മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നത്. കീർത്തി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. കീർത്തി, പറയേണ്ടവരാരും തന്നെ ഇതുവരെയും ഒരക്ഷരം ഉരിയാടാൻ തയ്യാറായിട്ടില്ല. ഇനി അവർക്ക് പറയാനൊരു ന്യായം കൂടെയുണ്ട്. ഹൈക്കോടതിയുടെ ഭാഗത്താണല്ലോ കേസ്, ഹൈക്കോടതി കേസ് പരിഗണിക്കുകയാണല്ലോ. ഇനി ഹൈക്കോടതിയുടെ കേസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രതികരിക്കാമെന്നൊരു ന്യായം, ഒരു എക്സ്ക്യൂസ് സ്വാഭാവികമായും അവർക്ക് പറയാം. അതെ വിനീഷ, കുറച്ച് ദിവസങ്ങളായി കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇതാ പുറത്തു വരാനായി കാത്തിരുന്ന താരങ്ങൾ ഏറെയാണ്. എന്നാൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിനിമാ സംഘടനകളൊന്നും തന്നെ ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാനോ ഔദ്യോഗികമായി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനൊന്നും തന്നെ തയ്യാറാകുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഒരു മൗനത്തിൽ, ഈ സംഘടനകളുടെ മൗനത്തിൽ താരങ്ങൾ വിമർശിക്കുന്നു. സിനിമാ താരങ്ങൾ മാത്രമല്ല, നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ തന്നെ അവരുടെ അഭിപ്രായം വ്യക്തമാക്കുന്നു. എന്തുകൊണ്ട് ഈ സിനിമാ സംഘടനകൾ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നില്ല, എന്തിനിങ്ങനെ ഒരു നിശബ്ദത തുടരുന്നുവെന്നാണ് താരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചോദിക്കുന്നത്. നമുക്കറിയാം, സാന്ദ്ര തോമസ്, നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു, എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ് ഈ സംഘടനകൾ മൗനം പാലിക്കുന്നത്. ആദ്യമൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംഘടനകളോട് ചോദിക്കുമ്പോൾ പഠിക്കാൻ ഒരാഴ്ച സമയം വേണം, ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ സമയം വേണം എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. സാന്ദ്ര തോമസ് ചോദിക്കുന്നതും അതാണ്, ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ എന്തിനാണ് ഇത്രയും അധികം സമയം. ഇവരിങ്ങനെ മൗനം തുടരുമ്പോൾ ഒരു 15 അംഗ പവർ ഗ്രൂപ്പ് ഇതിൽ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്നാണ് സാന്ദ്ര തോമസ് ചോദിക്കുന്നത്. സാന്ദ്ര തോമസ് മാത്രമല്ല, മറ്റ് താരങ്ങളും ഇപ്പോൾ ഈ സംഘടനകളുടെ നിശബ്ദതയിൽ, സംഘടനകളുടെ മൗനത്തിൽ വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. നിശബ്ദത ഒന്നിനും പരിഹാരമാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ കുറച്ച് വാക്കുകൾ മാത്രമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിൽ നിന്നും തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്, ഇവരുടെ ആവശ്യങ്ങൾ വ്യക്തമാണ്. പരാതിയും മൊഴികളുമൊക്കെ അതിൻ്റെ ഗൗരവത്തോടു കൂടി സമീപിക്കണം, ആ ഒരു തരത്തിൽ തന്നെ പരിഗണിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിശബ്ദത ഒന്നിനും പരിഹാരമാകില്ല എന്നാണ് പറയുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് കേരള ഫിലിം ചേംബറിന്റെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലും ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഫിലിം ചേംബറിന്റെ പ്രസിഡന്റായ ജേക്കബിനോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്കിങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല, ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് പിന്നീട് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, കേരളം മുഴുവൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, എല്ലാ മാധ്യമങ്ങളിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. എന്നാൽ ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളൊരു പ്രതികരണമായിരുന്നു ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് ജേക്കബിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നീട് ജനറൽ സെക്രട്ടറിയായ സജി നന്ദ്യാട്ട് പ്രതികരിച്ചത് തീർത്തും സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഈ റിപ്പോർട്ടിനെ കുറിച്ച്, ഈ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നും ഈ റിപ്പോർട്ടിൽ ദുരൂഹതയുണ്ടെന്നും സിനിമാക്കാരൊക്കെ തന്നെ മോശക്കാരാക്കാനുള്ള ശ്രമമാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇതിൽ വിമർശിച്ചുകൊണ്ടാണ് നിർമ്മാതാവായ സാന്ദ്ര തോമസ് രംഗത്തെത്തിയത്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് കൂടി ആരോപിച്ചാണ് സാന്ദ്ര തോമസ് രംഗത്തെത്തിയത്. ഇപ്പോൾ സാന്ദ്ര തോമസും ലിജോ ജോസ് പെല്ലിശ്ശേരിയും മാത്രമല്ല, മറ്റു താരങ്ങളൊക്കെ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഇനിയും സംഘടനകൾ ഇങ്ങനെ മൗനം തുടരുകയാണെങ്കിൽ താരങ്ങൾ ഒന്നടങ്കം തന്നെ ഒരു വിമർശനവുമായി, പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്ന് തന്നെയാണ് കരുതേണ്ടത് വിനിഷ. ശരി കീർത്തി, നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി വായിച്ചു പോകേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. മയൂഖ പറയുന്നു, സിദ്ദീഖ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. ദേവരാജൻ പറയുന്നു, സിനിമാ മേഖലയിലുള്ള ഒരുത്തനും രംഗത്ത് വരില്ല. കോൺഗ്രസിന് തൽക്കാലം ആശയതലമില്ലാത്ത രാഷ്ട്രീയ കളിക്ക് വേണ്ടി മാത്രമാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത്. രജീഷ് പറഞ്ഞ കമൻ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹഠാത് ആകർഷിച്ചതെന്നൊക്കെ പറയാം. സിനിമാ സംഘടനയ്ക്ക് ഉളുപ്പുണ്ടെങ്കിൽ അമ്മ എന്ന പേര് മാറ്റി ഊമ എന്നാക്കണമെന്നാണ് രജീഷിൻ്റെ പ്രതികരണം. മറ്റൊന്ന് രാധാകൃഷ്ണൻ പറയുന്നു,
ഞാൻ രാധാകൃഷ്ണനായ സ്റ്റോറി അതെനിക്ക് മനസ്സിലായില്ല രാധാകൃഷ്ണൻ്റെ ആ ഒരു കമൻറ്റ്. ഓക്കെ, ഇത്തരത്തിലാണ് കേരള സിനിമാ രംഗം അധപ്പതിച്ചു എന്ന് ബിജുമോൻ പറയുന്നുണ്ട്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന താരങ്ങളൊന്നും തന്നെ യഥാർത്ഥ താരങ്ങളല്ല എന്ന് രാജനല്ല ബഷീറാണ്. നമ്മൾ ആരാധിച്ച മുഖങ്ങളുടെ പ്രവൃത്തികളൊന്നും സത്യമല്ല, നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും തന്നെ അസത്യവുമല്ല എന്ന് ബഷീറും പറയുന്നു. ഇതിൻ്റെ സത്യവും മിഥ്യയും ഒക്കെ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ അത് ആ ബന്ധപ്പെട്ട മേഖലയിൽ ഉള്ളവർ തന്നെയാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ആ പ്രശ്നം ബാധിച്ച പെൺകുട്ടികൾ, ആ നടിമാർ ഒരു പരാതിയുമായി സർക്കാരിൻ്റെ മുന്നിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു ഹേമ കമ്മിറ്റി ഫോം ചെയ്യുന്നതും ഹേമ കമ്മീഷൻ്റെ മുൻപിൽ ഇത്തരത്തിൽ നടിമാർ പരാതികൾ പറയുന്നതും തങ്ങൾ ആ ഒരു മേഖലയിൽ, തൊഴിൽ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി കമ്മീഷന് മുൻപാകെ ആ പെൺകുട്ടികൾ, നടിമാർ എല്ലാവരും മൊഴി കൊടുക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മീഷൻ സർക്കാർ രൂപീകരിക്കുന്നതും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതും. എങ്കിൽ പോലും ഒരു സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും യാതൊരുവിധ പ്രതികരണവും വരുന്നില്ല. പ്രതികരിക്കേണ്ടവർ ഇപ്പോഴും മൗനം തുടരുന്നു എന്നത് തന്നെയാണ് വലിയൊരു കാര്യം. കാരണം ഏറ്റവും ആദ്യം ബാധിക്കാൻ പോകുന്നത് അവരെ തന്നെയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പരിഹാര മാർഗങ്ങളൊക്കെ സർക്കാർ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക മലയാള സിനിമാ മേഖലയ്ക്ക് തന്നെയാണ്. എങ്കിൽ പോലും ഇവരാരും അത് മനസ്സിലാക്കുന്നില്ല, അതിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള അവസ്ഥ. ചില ഭിന്നാഭിപ്രായങ്ങൾ മറ്റു ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമാ സംഘടനകളോ സംഘടനകൾക്ക് വേണ്ടി സംസാരിക്കേണ്ടവരോ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരൊന്നും തന്നെ ഇപ്പോഴും മിണ്ടുന്നില്ല എന്ന് തന്നെയാണ് ശ്രദ്ധേയമായ ഒരു കാര്യം.